ഹായ് വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. ഈ വർഷത്തെ NCET എക്സാം കഴിഞ്ഞു. പ്രൊവിഷണൽ ആൻസർ കീ കൂടി വന്നിട്ടുണ്ട്. ഇനി ഫൈനൽ ആൻസർ കീ, റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അത് പ്രൊവിഷണൽ ആൻസർ കീയുമായി ബന്ധപ്പെട്ടായിരുന്നു. NCET എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ നമുക്കറിയാം മെയ് 20-നാണ് ഈ നോട്ടിഫിക്കേഷൻ ഇത് വരുന്നത്. മെയ് 20 മുതൽ 22 വരെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫൈനൽ ആൻസർ കീ വരണം, പിന്നീട് റിസൾട്ട് വരണം, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും എക്സാം പ്രൊസീജിയർ അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഏകദേശം NTA ഏത് ഡ്യൂറേഷനിൽ നമുക്ക് ഫൈനൽ ആൻസർ കീ തരും, അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഐഡിയ ലഭിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കാം, പ്രൊവിഷണൽ ആൻസർ കീ മെയ് 22-ന് നമുക്കതിൻ്റെ ചലഞ്ച് ചെയ്യാനുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ഇത് നടന്നിരുന്നത്. ജൂലൈ 30, 31 ഈ 2 ദിവസങ്ങളിലാണ് ചലഞ്ച് ചെയ്യാനുള്ള അവസരം അവർക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് അടുത്ത മാസം, അതായത് ജൂലൈ 30, 31 കഴിഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് 6-ാം തീയതി ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വർഷത്തെ 6/8/2024 ഈ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഫൈനൽ ആൻസർ കീ വന്ന് അടുത്തത് വരേണ്ടത് റിസൾട്ടാണ്. റിസൾട്ടിൻ്റെ ഡേറ്റ് നോക്കൂ, ഓഗസ്റ്റ് 9-ന്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ നോക്കൂ, 30-ാം തീയതി നമ്മുടെ 30-30-ാം തീയതി പ്രൊവിഷണൽ ആൻസർ കീ വന്നു. അതിന് ചലഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. പിന്നീട് 6-ാം തീയതി, അടുത്ത മാസം 6-ാം തീയതി ഫൈനൽ ആൻസർ കീ വന്നു. ഏകദേശം ഒരു 6-7 ദിവസങ്ങളല്ലേ അതിൻ്റെ ഇടയിലുള്ളൂ. പിന്നീട് 9-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ സ്കോർ കാർഡ് വരുന്നതിൻ്റെയും ഫൈനൽ ആൻസർ കീയുടെയും ഇടയിൽ ഒരു വെറും 4 ദിവസം നമുക്ക് ആ രീതിയിൽ തന്നെ ഈ വർഷത്തെ NCET എക്സാമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്കറിയാം NTA ചെയ്യുന്നത് ഈ NCET എക്സാം നടത്തുന്നു, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ സ്കോർ കാർഡ് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഹാൻഡിൽ ചെയ്യുന്നു. ഇതാണ് NTA ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓരോ യൂണിവേഴ്സിറ്റി, കോളേജുകൾ, IIT, NIT പോലെയുള്ള സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾക്കൊക്കെ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെയോ ആ സ്ഥാപനത്തിൻ്റെയോ യുണീക്കായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിസൾട്ടിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇതിന് ശേഷം അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അവരൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഫസ്റ്റത്തെ ലിസ്റ്റിൽ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഫീ അടയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് അവർക്ക് ലഭിക്കും. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും മറ്റൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതിൽ നിന്നും കുട്ടികളെ അവരെടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ് നോക്കൂ, നമുക്ക് ഏകദേശം ഫൈനൽ ആൻസർ കീ വരാനുള്ള സാധ്യത 22-ാം തീയതിയാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന് അതിൻ്റെ ചലഞ്ചിൻ്റെ സമയം അവസാനിച്ചിട്ടുള്ളത്. നമുക്കൊരു 10 ദിവസത്തിനുള്ളിൽ, അതായത് നമുക്ക് 22-ാം തീയതിക്ക് ശേഷം ഒരു 10 ദിവസം കൂടി എടുക്കാം. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഫൈനൽ ആൻസർ കീ വരാനുള്ള സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മളുടെ റിസൾട്ടും വരും. സ്വാഭാവികമായിട്ട് റിസൾട്ട് വന്നാൽ നിങ്ങൾക്കുള്ള പണി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല യൂണിവേഴ്സിറ്റി, കോളേജുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ NIT കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, തൃശ്ശൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, ചില ആളുകളൊക്കെ നമ്മുടെ അടുത്തുള്ള മൈസൂരിലൊക്കെ ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ കൊടുത്തവരൊക്കെ ഉണ്ടാവും. മൈസൂർ നമ്മുടെ അടുത്താണല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെ കൊടുത്തവർ ആ യൂണിവേഴ്സിറ്റിയുടെ, ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നിരന്തരം ചെക്ക് ചെയ്യുക. അവിടെ ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ പ്രോസസ്സിൻ്റെ ഡേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, കാരണം കൂടുതൽ സമയങ്ങൾ ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, റിസൾട്ട് വരാനായിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു വെക്കേണ്ടത്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ഏതായാലും നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത വർഷം NCET, CUET തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മുടെ എജുബ്ലിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വിവരം ഷെയർ ചെയ്യുക. താങ്ക്